മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം എളമക്കര തെരേസ സ്പിനിലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണി മാം കൂടിയുണ്ട്. മാമിനെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇരുവരെയും നമ്മുടെ ചർച്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, പ്രായമായവരിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ടല്ലോ. ചില പിടിവാശികളും സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഗണിക്കുന്നു എന്ന് തോന്നൽ, ഇതൊക്കെ ഒരു മാനസിക പ്രശ്നമാണോ? അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും ആ വിഷയങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു ജനറൽ പോപ്പുലേഷൻ്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ നമ്മൾ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും എല്ലാം. ഇതുപോലെ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഒരു ജെറിയാട്രിക്കിൻ്റെ ഒരു വിഷയം, അതായത് വാർദ്ധക്യ ദിശയിലുള്ളവരുടെ വിഷയങ്ങൾ. നമുക്കറിയാം, ശരീരത്തിൽ പ്രായമേറുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ രോഗങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, ഇന്ദ്രിയങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, ഇതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ മാനസികമായിട്ടുള്ള അവസ്ഥയിലും അതുപോലെ ന്യൂറോളജിക്കലായിട്ടുള്ള അവസ്ഥയിലും എല്ലാം ഇവർക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വാർദ്ധക്യകാലത്ത് ഇതുപോലെയുള്ള മാറ്റങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളായിട്ടാണ് അവർ പ്രകടിതമാകുന്നത്. അപ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്കും അല്ലെ കൂടെ ജീവിക്കുന്നവർക്കും തോന്നുന്നത് ഇവരിതെല്ലാം ചുമ്മാതെ കാണിച്ചു കൂട്ടുന്നതാണോ? തീർച്ചയായിട്ടും നമ്മൾ ചുമ്മാതെ കാണിച്ചു കൂട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയാം അതൊക്കെ അവരുടെ ഒരു തരം അടവാണെന്നൊക്കെ പറയും. പക്ഷേ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വാർദ്ധക്യ ദിശയിലുള്ളവരുടെ സമഗ്രമായ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ആരോഗ്യ ചർച്ചയിൽ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് പ്രേക്ഷകർക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഏതെങ്കിലും കേസുകളെ കുറിച്ചൊന്ന് പറയാവോ? ജെറിയാട്രിക് കേസുകൾ പലപ്പോഴും നമുക്ക് വരുന്നത് റെഫറലായിട്ട് തന്നെയാണ്. അതായത് ചിലപ്പോൾ ഫിസിഷ്യൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവന്നത് ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ചില പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്ത് വരും. അപ്പോൾ ഞാനൊരു കേസ് ഓർക്കുന്നത് ഏകദേശം ഒരു 80 വയസ്സിൽ ഏറെയായി, 82 വയസ്സ് ആ റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ അപ്പച്ചൻ നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ അപ്പച്ചൻ്റെ മക്കളാണ് കൊണ്ടുവരുന്നത്. ചീഫ് കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഉറക്കക്കുറവാണ്. ഇനി ഉറങ്ങിയില്ലെങ്കിൽ തന്നെ വീട്ടിലുള്ള എല്ലാ സ്വിച്ചുകളും ഓണാക്കി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക, ആരെയോ കാത്ത് നടക്കുന്ന പോലെ, അല്ലെ എന്തോ തേടി നടക്കുന്നത് പോലെ നടക്കുന്നു. ഉറക്കമില്ല, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കില്ല. ഇൻ കേസ് ഭക്ഷണം കൊടുത്താൽ തന്നെ അത് വീട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ആദ്യം കൊണ്ട് കൊടുക്കും, എന്നിട്ടൊരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. നമ്മുടെയൊക്കെ വീട്ടിലെ പട്ടിയും പൂച്ചയല്ല, ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങും. അപ്പോൾ ഉടനെ പറയും, കണ്ടോ അതിൻ്റെ അകത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു, എന്തോ എന്നെ കൊല്ലാനുള്ള എന്തോ വിഷവസ്തു ഉണ്ടായിരുന്നു, പൂച്ചയും പട്ടിയും ഉറങ്ങുന്ന കണ്ടു, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് സംശയം. പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും മേടിച്ചു വെച്ചിരിക്കുന്ന എന്ത് മരുന്ന് കണ്ടാലും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ദൂരെ കളയും. പിന്നെ വീട്ടിലുള്ള മാരകായുധങ്ങൾ, അതായത് നമ്മുടെ കത്തി, അരുവ, അല്ലെങ്കിൽ മറ്റു നമ്മൾ സാധാരണ ഓരോ ദിവസങ്ങളിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കിണറ്റിൽ കൊണ്ടിടും, അത് വീട്ടിൽ വെക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ചിലരുടെയൊക്കെ ഡ്രസ്സ് കൊണ്ടുപോയി കത്തിക്കും. പിന്നെ രാവിലെ ആയി കഴിയുമ്പോഴത്തേക്കും മുറ്റവും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ തപ്പി നടക്കും. അതായത് ആരോ വന്നിട്ടുണ്ട്, ആരോ വന്നു പോയിട്ടുണ്ട്, അപ്പോൾ ആരൊക്കെ എന്തൊക്കെയോ ഇവിടെ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും. വീടിൻ്റെ പ്രമാണം, അതുപോലെ രസീത്, ഈ കരമടച്ച രസീതൊക്കെ ഉണ്ടല്ലോ, എവിടെയോ കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുവാണ്. അതോടൊപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപ് അടുത്തുള്ള 2-3 ബാങ്കുകളിൽ ചെന്നിട്ട്, നടക്കാനൊക്കെ പറ്റുന്ന അപചനം, ബാങ്കുകളിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ മകനോ മകളോ ആരെങ്കിലും വന്ന് ലോൺ ചോദിച്ചാൽ കൊടുത്തേക്കരുത്, പൈസ ചോദിച്ചാൽ കൊടുത്തേക്കരുത് എന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ ഇവർ നമുക്കറിയാം അടുത്ത പൂർവിക സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിലൊക്കെ പ്രമാണങ്ങളുടെ വ്യവസ്ഥയിലൊക്കെ എവിടെയോ കൊണ്ടുപോയി മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളൊരു പ്രശ്നം അതുപോലെ തന്നെ ഇടയ്ക്കിരുന്ന് കരയുക, ഒച്ചയുണ്ടാക്കുക, മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന പോലെ ഒച്ചയുണ്ടാക്കുക, അടുത്തുള്ള വീട്ടുകാരോട് ചെന്ന് പറയുക എന്നെ ഇവർ നോക്കുന്നില്ല, ഞാൻ എവിടെയെങ്കിലും പോകുകയാണെന്ന് പറയുക, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, എനിക്കെതിരെ എന്നെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഇവർ കൊണ്ടുപോയി. സൈക്കാട്രിസ്റ്റ് റെഫർ ചെയ്താണ് നമ്മുടെ അടുത്തേക്കും കൂടി വന്നിരിക്കുന്നത്. കാരണം നമുക്ക് അതിനുള്ള മരുന്നുകൾ കാര്യങ്ങൾ വേണം, പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാനോ ആ കുടുംബത്തെ ഒന്ന് ക്രോഡീകരിപ്പിച്ചുകൊണ്ട് പോകാനോ ഒരു ജെറിയാട്രിക് കൗൺസിലിംഗ് ആവശ്യമാണ്. അതിനൊരു ഫാമിലി സെഷൻ കൂടി ആവശ്യമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇടയ്ക്ക് ഈ ഒരു കേസ് എത്തുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1.5 വർഷത്തിന് മുൻപാണ് ഈ അപ്പച്ചൻ്റെ അമ്മച്ചി മരിച്ചു പോകുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ ഭയങ്കര ഡെസ്പ് ഫീലിംഗ് ആയിരുന്നു, വല്ലാത്തൊരു വിഷാദം കാര്യങ്ങളായിരുന്നു, സുരക്ഷിതത്വമില്ലായ്മ, ആരും നോക്കാനില്ല എന്നൊരവസ്ഥ ഒക്കെ അതിനുശേഷം ഉണ്ടായിരുന്നു. പലരോടും പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ഭാര്യയുടെ മരണം പുള്ളിയിൽ കൊടുത്ത ഒരു ആഘാതമൊക്കെ ഇങ്ങനെ മാറി വരുന്ന ഒരു സമയത്താണ് മൂത്ത മകളും ആക്സിഡൻറ്റിൽ മരിക്കുന്നു. ഇതോടുകൂടി ആള് ആകെ താളം തെറ്റിയ പോലെയായി. അപ്പൊ അന്ന് മുതലാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കൂടുതലായിട്ടും മരണഭയം കൂടി ഉണ്ടായോ? മരണഭയം ഉണ്ട്. ഈ മരണഭയമാണ് മറ്റുള്ളവർ എനിക്ക് വിഷം തന്നു കൊല്ലുമോ, കൊട്ടേഷൻ കൊടുത്തിരിക്കുവാണോ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ, പിന്നെ ഈ മാരകായുധങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുവാണോ, അങ്ങനെയുള്ള ചിന്താഗതികൾ. അപ്പം നമ്മൾ ആ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട്. അപ്പൊ പലപ്പോഴും ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജെറിയാട്രിക് രീതിയിലുള്ള കേസസ് നമുക്ക് കിട്ടാറുള്ളത്. അവർക്കൊരു സുരക്ഷിതത്വമില്ലായ്മ കാണുന്നുണ്ട് അല്ലേ? അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിൻ അതിൻ്റെ അകത്ത് ന്യൂറോളജിക്കൽ ഇഫക്റ്റ് ഉണ്ട്. ബ്രെയിനിൽ പലപ്പോഴും നമ്മുടെ എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ഇതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഹിപ്പോ ക്യാമ്പൽ, അതുപോലെ തന്നെ അമിഗ്ദാല ഏരിയകളിലെല്ലാം ഒരു ഷ്രിങ്കേജ്, ഒരു ചുരുക്കം വരുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂറോണിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഇവരിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്, മൂഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു മൂഡ് ഡിസോർഡർ പോലെ. അതുവരെ ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരാള് പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന ചിന്തകളിൽ നിന്നാണോ ഇത് വരുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഡിമെൻഷ്യ പോലുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ പറയത്തെ മറവി രോഗം. എല്ലാ കാര്യങ്ങളിലും ഒരു ഡിമാൻഡിങ് വരികയാണ്. പണ്ട് എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്തിരുന്നു. ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരുന്നു, ഒരു കാര്യത്തിന് ഇനിഷ്യേഷൻ എടുത്തിരുന്നു. അതായത് ഇന്ന് കാര്യങ്ങൾ ചെയ്യണം, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രോഡീകരിച്ച് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പൊ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥകൾ ആക്റ്റീവായിരുന്നു. പക്ഷേ ഇത് പതുക്കെ കുറയാനായിട്ട് തുടങ്ങി. ഇപ്പൊ നമ്മൾ പറയത്തില്ല, ശരീരത്തിന്റെ ബലം കുറയുന്നു അല്ലെ? ആക്റ്റീവായിട്ട് ഒരു ചെറുപ്പക്കാരൻ ആക്റ്റീവായിട്ട് നടക്കുന്നത് പോലെ ഒരു വാർദ്ധക്യ ദിശയിൽ ഒരാൾക്ക് നടക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതേപോലെയുള്ള ഒരു കുറവ് ഇത് ബ്രെയിനിൽ സംഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു അവസ്ഥ ഒരു 60-65 നമ്മൾ അതൊരു സ്റ്റേജ് ആണല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേജിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ പോലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ നമ്മൾ കരുതി ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളെല്ലാം സെറ്റിൽ ഡൗൺ ചെയ്തു കഴിഞ്ഞു, പക്ഷെ അവിടെ തീർന്നു എന്ന് വിചാരിക്കാതെ വേറെ എന്തെങ്കിലും ഒക്കെ ആക്റ്റീവായിട്ട് ഈ മൂവ് ചെയ്തൊക്കെ ഇൻവോൾവ് ആവത്തക്ക രീതിയിൽ ഒരു പ്രിപ്പറേഷൻ ആ ഒരു സമയം എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളും എല്ലാവരും ഈ പ്രായത്തിലൂടെ കടന്നു പോകും. നേരത്തെ തൊട്ടേ ആ ഒരു ഏജിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോകേണ്ടതാണ്. അപ്പം നേരത്തെ തൊട്ടേ ആ ഒരു തരത്തിൽ നമ്മളുടെ ഇമോഷൻസിനെ ഇത് ചെയ്യാനും അല്ലെ നമുക്ക് എന്തെങ്കിലും ചാനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കാനും ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പരിധി വരെ ഈ ഒരു കാര്യങ്ങൾക്ക് കുറവ്.
പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലും കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ പറ്റുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാന്നുള്ളതാണ് അല്ലേ? പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുട്ടികൾക്ക് അവരുടെ ആ ഊർജത്തിന്റെ ലെവല്, ഡെവലപ്മെന്റ് കൂടുതലും അവർക്ക് ബൗദ്ധികമായിട്ടുള്ള ആ ഒരു ബോധ്യതലത്തിലേക്ക്, സാമൂഹ്യ ഇടപെടലുകളിലേക്ക്, ധാർമ്മികമായിട്ടുള്ള വികസനത്തിലേക്ക്. അപ്പോൾ ശരിക്കും ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡോളസൻസിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഒരു ഷിഫ്റ്റുമുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഏൺ ചെയ്യുകയാണ് അവർ, പുതിയതായിട്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരികയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ ലെവലുമുണ്ട്. അവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഊർജ്ജം ഉപയോഗിച്ച് അവസരങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ അവർ കൊണ്ടുവരികയാണ്. അതായത് വ്യക്തിത്വ വികസനം അവിടെ നടക്കുകയാണ്. ഒരു അഡൾട്ട്ഹുഡിലാവുമ്പോഴോ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ അതിനെ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠനം കഴിഞ്ഞു, ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ലേറ്റ് അഡൾട്ട്ഹുഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് അവരുടെ ഒരു ഗോൾ ഓറിയന്റേഷൻ നടക്കുകയാണ്. അതായത് എന്താകണമെന്ന് തീരുമാനിച്ചോ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്ത് തീർക്കണമെന്നുണ്ടോ അതെല്ലാം ചെയ്ത് തീർക്കാനുള്ള, അതായത് അതിൻ്റെ ഒരു മാക്സിമം ലെവലിലേക്ക് അവർ എത്തിക്കുകയാണ്. പിന്നീട് ഈ അഡൾട്ട് അതായത് ഒരു എൽഡർലി ഒരു സൈസിലേക്ക് അല്ലെങ്കിൽ ഒരു ജെറിയാട്രിക്കിലേക്ക്, ഒരു വാർദ്ധക്യത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇവാലുവേഷനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ സ്വരുക്കൂട്ടിയ കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഒരു ഇവാലുവേഷൻ സ്റ്റേജ് ആണ് അത്. മീനിങ് ഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ അവരുടെ പർപ്പസ് കൃത്യമായിട്ട് അതിനകത്ത് ആ ഇവാലുവേഷനകത്ത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അത് ഞാൻ റൈറ്റ് ആയിട്ടാണോ അവരെ ഇതാക്കിയത്, ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ സമ്പാദിച്ച കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത്രയും ചെയ്ത്, അതോ എൻ്റെ മുഴുവൻ ഒരു നഷ്ടമായിരുന്നോ എന്നൊക്കെയുള്ളൊരു ഇവാലുവേഷൻ നടക്കുന്ന ഒരു സമയം. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഇപ്പം ചില കേസുകൾ നമ്മുടെ ഇടയ്ക്കൽ വരാറുണ്ട്. അതായത് കുഞ്ഞുമക്കളോ ഒക്കെ ആയിട്ട് കൊണ്ടുവരും. സിസ്റ്റർ എപ്പോഴും ഇങ്ങനെ പണ്ട് പറഞ്ഞ കാര്യങ്ങളും പണ്ട് ചെയ്ത കാര്യങ്ങളും പുലമ്പിക്കൊണ്ടിരിക്കുവാണ്. പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, വലിയ ഓഫീസറായിരുന്നു, കളക്ടറായിരുന്നു കൊണ്ട് കാര്യമുണ്ടോ, ഇപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കത്തില്ല എന്ന് പറയും. അപ്പോൾ ശരിക്കും കൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരടങ്ങിയിരിക്കാത്ത പ്രകൃതം ശല്യമാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ എൽഡർലി പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഈ കാര്യങ്ങളെ ഒന്ന് അയവിറക്കി അല്ലെങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ അവർ ശല്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് അവർ അനുഭവിക്കുന്നുണ്ട്. പറയാനും പറ്റുന്നില്ല, പറയാതിരിക്കാനും പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം മുഴുവനും ജോലി ചെയ്തോ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒക്കെ ജീവിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് ചില സമയങ്ങളിലൊക്കെ ഒരു സെൽഫ് വർത്തിന് അവർക്കൊരു ഡിക്ലൈൻ തോന്നും. അതായത് ഞാൻ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ, ഈ കുറ്റബോധമൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു സമയമാണ് അവിടെ. അതുകൊണ്ടാണ് ജെറിയാട്രിക് ഡിപ്രഷൻ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഡിപ്രഷൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടും ചിലപ്പോൾ ഇതുപോലെ സംശയങ്ങൾ വരാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതി വരാം. അതുപോലെ തന്നെയാണ് ഒരു സൊമാറ്റിക് കംപ്ലയിൻസ്, വേദനകൾ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ സൈക്കോസൊമാറ്റിക് ആയിട്ട് സൈക്കോജനിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർക്ക് വരുന്നു. പിന്നെ ഈ ഓർമ്മക്കുറവ് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അവരുടെ ഈ ഒരു ഓർമ്മക്കുറവിനെ അവർക്ക് തന്നെ തിരിച്ചറിയാനും സാധിക്കുന്നില്ല, അവരെ സമ്മതിച്ചു കൊടുക്കത്തുമില്ല. പക്ഷെ മറ്റുള്ളവർ കൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തായി അത് അറിഞ്ഞുകൊണ്ട് പറയുന്നത്, അല്ല ഇത്ര നാളും അപ്പൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇത്ര നാൾ അമ്മ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്താ ഇപ്പം ഇങ്ങനെ ആയി പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ കേസിൽ തന്നെ അവർ പറയുന്നൊരു കാര്യം, മകൻ്റെ കൂടെയാണ് ഈ ഭാര്യയുടെ മരണശേഷം മകൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും
കുറ്റം പറയാനായിട്ട് തുടങ്ങി. മകനെയും വൈഫിനെയും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയാനായിട്ട് തുടങ്ങി, നാട്ടുകാരോട് കുറ്റങ്ങൾ പറയാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് മകളുടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത്. ഈ മകളുടെ വീട്ടിൽ നിർത്തുമ്പോഴും മകളുടെ ഹസ്ബൻഡ് പുറത്താണ്, ഗൾഫിലാണ്. അപ്പോൾ അവര് ഒരു വർഷത്തിലൊരിക്കൽ വന്നെങ്കിലായി ആ ഒരു രീതിയിൽ ഈ മകളെ കുറിച്ച് അപഖ്യാതികൾ പറയാനായിട്ട് തുടങ്ങി. അപ്പം മകള് എന്നോട് പറഞ്ഞ കാര്യം, സ്വന്തം അച്ഛൻ എൻ്റെ സൽപ്പേരിന് കളങ്കം വരുന്ന രീതിയിൽ പറയുമ്പോൾ പിന്നെ ഈ അച്ഛൻ എങ്ങനെയാ സിസ്റ്റർ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ട് നടക്കേണ്ടത്? ഇപ്പം നമ്മൾ ആ ഒരു രീതിയിലാണ്. ശരിയാണ്, തീർച്ചയായിട്ടും ഒരു മകള് ആലോചിക്കുമ്പോൾ ഒരു സ്വന്തം അച്ഛൻ തന്നെ മകൾക്കെതിരായിട്ട് പറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എത്രമാത്രം വിഷമം അനുഭവിക്കും. പക്ഷേ ഇത് അവരുടെ ആ ഒരു പ്രായത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. ഒരു ഡിമെൻഷ്യയുടെ ഒരു ഫീൽഡും കൂടി, അല്ലെങ്കിൽ ഒരു കാര്യം കൂടിയാണ്. പ്രശ്നമാണ് തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് സാധിക്കാന്നുള്ളടത്താണ് അല്ലേ അവർ പറയുന്നത് വെച്ചാൽ ചില സമയങ്ങളിൽ ഇങ്ങനെയല്ല. അത് നേരാണ്. നമ്മൾ ഈ എൽഡർലി പീപ്പിളിനെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ചിലപ്പം ഓൾ ഓഫ് എ സഡൻ അവർക്കൊരു ഓർമ്മക്കുറവ് വരുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് മാറിപ്പോകുന്നു. ചിലർക്ക് അങ്ങനെ ഉണ്ടാവാം. ചിലരുടെ ലക്ഷണങ്ങളിൽ പതുക്കെ പതുക്കെയാണത്. അപ്പോൾ ഈ പതുക്കെ ഓർമ്മക്കുറവ് വരുന്നവരിൽ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ എല്ലാം ഓക്കെയാണ്, പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡിമെൻഷ്യയിൽ ഓർക്കേണ്ട ഒരു കാര്യം, റിമോട്ട് മെമ്മറി ഓർമ്മയിലുണ്ടാവും. അതായത് അവരുടെ കുഞ്ഞുനാളിലെ ബാല്യകാലത്തിലെ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മളതിനെ കാണുമ്പോൾ എന്തോർക്കും, കണ്ടോ അച്ഛന് പണ്ട് അച്ഛൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കൂട്ടുകാരെ അറിയാം, സ്കൂളിനെ അറിയാം, പഠിപ്പിച്ച പാഠങ്ങൾ അറിയാം. ഞാൻ കുറച്ചു മുമ്പാണ് ചോറ് കൊടുത്തത്, പക്ഷെ അത് അച്ഛൻ മറന്നുപോയി. അതായത് ഇവരുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ, അതായത് ഷോർട്ട് ടൈം മെമ്മറിയിലാണ് ഇത് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ജീവിക്കുന്നവർക്ക് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് തീരും. ഇപ്പോൾ ഈ മകള് പറയുന്നത്, എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുവാണ്, അമ്മയുടെ അച്ഛനാണോ ഇത്? എന്താ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്? ഇതുപോലെ തന്നെ ഇവരുടെ ഈ ഓർമ്മക്കുറവ് മൂലം ഇവർ പല സാധനങ്ങളും എടുത്ത് ഉപയോഗിക്കേണ്ടതല്ലാത്ത ഉപയോഗിക്കും. അത് ഹാംഫുള്ളാണ്. അപ്പൊ ഇതുപോലെ ഈ ഒരു ജെറിയാട്രിക്, അതായത് പ്രായമുള്ളവരിലുണ്ടാവുന്ന പ്രശ്നങ്ങള് അവരിൽ മാത്രമല്ല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നത്, കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളായിട്ട് പ്രായമായവരല്ലേ. അതായത് അത്രയും കാലം എല്ലാ അധികാരങ്ങളും മറ്റുള്ളവരെ സംരക്ഷിച്ചിരുന്നവരാണ് അവര് പെട്ടെന്ന് ഒന്നുമല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ മക്കളായാലും അവരുടെ മുമ്പിൽ എല്ലാ കാര്യത്തിലും ഒരു സഹായം തേടേണ്ടി വരുന്നൊരവസ്ഥ. അതായിരിക്കുമോ അവരെ ഇങ്ങനെ ഒരു? അതൊരു സൈക്കോളജിക്കൽ ഫാക്ടർ തന്നെയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ അവര് പറഞ്ഞിരുന്നത് അനുസരിച്ചിരുന്ന മക്കള് ഇന്ന് മക്കള് പറയാണ്, പപ്പ ഇവിടെ ഇരുന്നോ, അല്ല അമ്മ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പുറത്തു പോകുവാണ്. പുറത്തു പോയിട്ട് വരുമ്പോഴത്തേക്കും സാധാരണ ചെയ്യുന്നത് TV വെച്ച് കൊടുത്തിട്ട് അമ്മയും ചാച്ചനൊക്കെ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം, പുറത്ത് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആ ഒരു സൈക്കോളജിക്കൽ സമ്മർദ്ദം, അവരുടെ ഒരു മാനസിക അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതായത് അവരുടെ ശാരീരികമായിട്ടുള്ള ബലക്ഷയം കൊണ്ട് ഇവർക്ക് തന്നെ പോകാൻ പറ്റുന്നില്ല, പക്ഷെ അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കൊച്ചു കുട്ടിയെ നമ്മൾ വീട്ടിൽ നിർത്തിയിട്ട് മോനിവിടെ നിന്നോ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ആ കുട്ടിക്ക് അത്രയും പ്രശ്നം വരില്ല. കാരണം കുട്ടി അവിടെ പോയതിൻ്റെതായിട്ടുള്ള ഓർമ്മകളില്ല, അല്ലെങ്കിൽ അവിടെ പോയാൽ എന്താ സംഭവിക്കുകയെന്ന് അറിയത്തില്ല. ആ പോകുമ്പോൾ കിട്ടുന്ന പ്ലഷർ, സന്തോഷം കുഞ്ഞ് അനുഭവിച്ചിട്ടില്ല, അപ്പൊ അതറിയില്ല. പക്ഷേ നമ്മൾ പ്രായമായവരെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവരെ പുറത്ത് ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്കറിയാം ആഘോഷം, അത് ഭക്ഷണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും ഒരു സന്തോഷത്തിന്റെ ഒരു റീയൂണിയനാണ് അവിടെ നടക്കാൻ പോകുന്നത്. ആ കാര്യമാണ് നിഷേധിക്കപ്പെട്ട് ഇവര് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം, അപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് തന്നെ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ തന്നെ ഇവരിൽ പല രീതിയിലാണ് പ്രകടിതമാകുന്നത്. ഇപ്പൊ ആ ഒരു ഡിപ്രഷനായിരിക്കാം ചിലപ്പം ഈ ഒരു സസ്പീഷ്യസ്നെസ് വരുത്തുന്നത്. അതായത് മറ്റുള്ളവരെന്നെ എന്തെങ്കിലും ചെയ്യുമോ, ഈ പറയുന്ന നമ്മൾ പറയണ ഒരു ഉറപ്പില്ലായ്മ. പിന്നെ ഇതുപോലെ തന്നെ സൈക്കാട്രി ഇൽനെസ് കൂടാനായിട്ട്, പ്രത്യേകിച്ച് ഹലൂസിനേഷൻ പോലെയുള്ള സൈക്കോട്ടിക് ഫീച്ചേഴ്സ് വരാനും കൂടുതൽ സാധ്യതയുള്ളൊരു സമയമാണിത്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, സെൻസറി ഓർഗൻസിൻ്റെ എല്ലാം ആ ഒരു കാര്യക്ഷമത കുറയുന്നുണ്ട്. കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, അതുപോലെ കേൾവിക്ക് പ്രശ്നമുണ്ട്, ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അപ്പം ഇതെല്ലാം ഇവരുടെ ആ ഒരു മാനസിക അവസ്ഥയെ ബാധിക്കുന്നുണ്ട്.
ഇപ്പോൾ ചില കേസുകൾ കിട്ടുമ്പോഴത്തേക്കും അവർ പറയുന്നത്, സിസ്റ്റർ ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അമ്മ പറയുന്നത് അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞെന്നാ. എന്നിട്ട് അമ്മ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയാൻ തുടങ്ങും. ഞാൻ എന്തെല്ലാം പാടുപെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്നത്, എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എത്രയോ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾ അമ്മയെക്കുറിച്ചല്ല പറയുന്നത്. ചിലപ്പോൾ ഞങ്ങൾ പോലും സംസാരിക്കുന്നുണ്ടാവില്ല, അവിടെ TV വെച്ചേക്കുന്ന ശബ്ദമായിരിക്കും. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, അവർക്ക് കേൾവിക്ക് കുറവ് സംഭവിച്ചു. പിന്നെ അവർ അസ്യൂം ചെയ്യുവാണ്, എന്നാൽ ഇതായിരിക്കും പറയുന്നത്, എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇതുപോലെ ഇവരുടെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് മാത്രം ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം തരും, ബാക്കി എല്ലാവർക്കും ടേസ്റ്റ് ഉള്ള ഭക്ഷണം. അത് പറഞ്ഞപ്പോഴാണ് കുട്ടികളെ പോലെ പിടിവാശികൾ, അതായത് ചെറിയ മിഠായിക്ക് പോലും പിടിവാശി കാണിക്കുന്ന വയസ്സായ ആളുകൾ കണ്ടിട്ടുണ്ട്. ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ മേ ബി നമ്മളൊരു ഫാമിലി വിസിറ്റിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് വന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളവർ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും പറയാറുണ്ട്, ഒരു ആരെങ്കിലും കൊണ്ടുവരുന്ന മിഠായി എല്ലാവർക്കും പങ്കിട്ടു, ബാക്കിയുള്ളത് എവിടെയെങ്കിലും ഷെൽഫിൽ കൊണ്ടുവച്ചു. ഒരു ദിവസം കഴിഞ്ഞാൽ കാണത്തില്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പോയി കട്ടെടുത്ത് അവർക്ക് ആ ഒരു ക്രേവിങ് വരുവാണ്. അതെന്താ കുട്ടികളെ പോലെ മാറുന്നത്? അത് ബ്രെയിൻ റിലേറ്റഡ് ആണ്. അവിടെ നമ്മൾ ഒരു ന്യൂറോ സൈക്കോളജിക്കൽ കൺസെപ്റ്റിലാണ് അതിനെ കാണേണ്ടത്. കാരണം വികസിതമായിരുന്ന ന്യൂറോൺ അല്ലെങ്കിൽ ആ ബ്രെയിൻ്റെ പ്രവർത്തനങ്ങൾ, തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ മന്ദീഭവിക്കുമ്പോൾ അവിടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറായിട്ടുള്ള ഒരു ഈഗോ സിസ്റ്റമാണ്. ഈഗോ സിസ്റ്റം എപ്പോഴും പ്ലഷർ സീക്കിംഗ് ആണ്. ഇപ്പൊ കുട്ടികളെ പോലെ ഇവർ വഴക്കുപിടിക്കും, എനിക്കെന്നാ അത് തരാതിരുന്നത്, എനിക്കെന്താ ഇത് തരാതിരുന്നത് എന്നുള്ള രീതിയിൽ. ഇതുപോലെ തന്നെ വേറെ വളരെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ, ഇവരുടെ സാധനങ്ങളൊന്നും കാണുന്നില്ല, കട്ടെടുത്തോണ്ട് പോകുന്നു. അത് വല്ലാത്തൊരു കംപ്ലൈന്റ് ആണ്. നമ്മുടെ വീട്ടിൽ വെച്ചിരുന്ന പ്ലേറ്റ് കണ്ടില്ല, എൻ്റെ ആ ഡ്രസ്സ് കണ്ടില്ല, ഈ ഡ്രസ്സ് കണ്ടില്ല, എന്നിട്ട് അവര് ഓരോരുത്തരെ പറഞ്ഞു വെക്കും, ഇന്നവര് വന്ന് കൊണ്ടുപോയി. ഇതുപോലെ തന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവുന്നു. ഇപ്പൊ നമ്മൾ ഈ കണ്ട കേസിലാണെങ്കിലും അവര് പറയുന്ന ഒരു കാര്യം, സ്വന്തം മകളുടെ അടുത്ത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അവള് ചീത്തയാന്നാ എനിക്ക് തോന്നുന്നത്. എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവർക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാനും പറയാനുമുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകളെ കുറിച്ച് ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വാർദ്ധക്യ ദിശയിലുള്ളവരെ നമ്മൾ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത്. ഒരു ജെറിയാട്രിക് കെയർ, ഇതുപോലെ ജെറിയാട്രിക് കെയർ സെൻറ്റേഴ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കെയർ ഗീവേഴ്സ് ആയിട്ടൊക്കെ പോകുന്നവർ കൂടുതലും ഇതുപോലെയുള്ള എൽഡർലി ഹോമുകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലായാലും ഇതുപോലെ, ഇപ്പോൾ കുടുംബങ്ങൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ സമൂഹങ്ങളിലായാലും ഞങ്ങളുടെയൊക്കെ പോലെയുള്ള സന്യാസ സമൂഹങ്ങളിലായാലും ഒരു പ്രായമായി കഴിഞ്ഞ് വാർദ്ധക്യ ദിശയിലേക്ക് കടക്കുന്നവരിൽ ഇതുപോലെ വ്യക്തിത്വത്തിൽ പ്രത്യേകതകൾ വരുന്നുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും ഉള്ള ആൾക്കാർ വളരെ, അതായത് വാർദ്ധക്യത്തിലേക്ക് പോകുന്നതും നല്ല പ്രിപ്പറേഷനോടുകൂടി തന്നെ പോകുന്നതും അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ഈ ചേഞ്ചസ് ഒക്കെ ഇപ്പം ഇതുപോലത്തെ ചർച്ചകളൊക്കെ ഉള്ളപ്പോൾ അതാണ് നമുക്കത് സഹായമാകുന്നത്. അതായത് ഇതുപോലത്തെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫാമിലി സിസ്റ്റം ഇങ്ങനത്തെ ആൾക്കാർക്ക് ഈ ചേഞ്ചസ് ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു ദിവസം നമ്മുടെ നിംഹാൻസിൽ നിന്ന് വന്നിട്ടുള്ളൊരു ലൈഫ് സ്കിൽസിൻ്റെ ട്രെയിനിങ്ങിന് പോയി. ആ ട്രെയിനിങ്ങിന് പോയപ്പം ഇതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ കണ്ടു. അതായത് ആഫ്റ്റർ 60s ഒക്കെ കഴിഞ്ഞവർ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നേക്കുന്നത്? ഞങ്ങളൊക്കെ പിന്നെ മറ്റേ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ട് ഇത് വേണം, നമുക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൊച്ചുമക്കൾ ടീനേജറായിട്ടുണ്ട്. ആ ടീനേജേഴ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് പഠിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ സ്പിരിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് കോഴ്സസിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഈ ചില മാസങ്ങളോളം നിൽക്കുന്ന ചെറിയ ഇനിഷ്യൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൗൺസിലിംഗ് സംഭവത്തിനുണ്ട്. അപ്പോൾ അവർക്കൊരു സൺഡേ ആയിരിക്കും. സൺഡേ ഒരു 2 o'clock തൊട്ടൊരു 4 മണി വരെ 2 മണിക്കൂർ അവരവിടെ സ്പെൻഡ് ചെയ്യുന്നു, ചായ കുടിക്കുന്നു എല്ലാവരും. അതായത് അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് വർത്തമാനം പറയാം. അത് സ്ത്രീകളും പുരുഷന്മാരും. അപ്പോൾ ഇങ്ങനെ അതിനെ അവർക്കറിയാം, അവർ
കഴിവതും വളരെ ലോ ആയി പോകാതിരിക്കാൻ വേണ്ടി അവർ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര പ്ലസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഫാമിലി സിസ്റ്റം നമുക്കറിയത്തില്ല. ചിലപ്പോൾ ചിലർ 55 കഴിയുമ്പോഴേ ചിലർക്ക് ബുദ്ധിമുട്ടാവുമായിരിക്കും, ചിലർക്ക് 60 കഴിയുമ്പോഴായിരിക്കും, ചിലർ ചിലപ്പം 80s നല്ല വൃത്തിയായിട്ട് നടക്കുന്നവരുണ്ടാവും. അതൊരു ഡിമെൻഷ്യ, ഇപ്പോൾ അൾഷിമേഴ്സ് ഡിസോർഡർ, ഒരു അംനസ്റ്റിക് കണ്ടീഷൻ എന്നൊക്കെ പറയുന്ന ഈ ഓർമ്മക്കുറവിൻ്റെ അല്ല പേഴ്സണാലിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലരിൽ ഈ ഡിമെൻഷ്യ പ്രീസനൈൽ ഡിമെൻഷ്യ എന്ന് നമ്മൾ പറയും. അതായത് ഒരു 45-ലൊക്കെ ആ ഒരു പതുക്കെ ഡിമൻഡിങ് ആയിട്ട് തുടങ്ങും. അപ്പം മറവികൾ തുടങ്ങുക, കാരണം ചിലരുടെ പേരുകൾ മറക്കുക, അവരുപയോഗിച്ചിരുന്ന ടെർമിനോളജിയിൽ വ്യത്യാസം വരിക. ഞാൻ അറിയുന്ന ഒരു പ്രൊഫസറെ ഞാൻ ഓർക്കുകയാണ്. അതിൽ ഒന്നാം തരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന, നന്നായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ. പക്ഷേ ഈ ഒരു ഡിമൻഡിങ് അത് ഒരു 50s ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് പതുക്കെ പതുക്കെ കുറയാനായിട്ട് തുടങ്ങി. അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ട്, ഗ്രഹിച്ചത് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, മറവി വരുന്നു, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു, കൺഫ്യൂഷൻ. അപ്പം ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആകുവാണ്. അവർക്കൊരു ഭയങ്കര ഇൻസെക്യൂരിറ്റി ഇതായി വരിക. അവർക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ലേ? ഇപ്പം ശരിക്കും ഞാൻ പറയുകയാണ്, ഈ പ്രായമായവരുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് നമ്മളൊരു തുറന്ന സംഭാഷണത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ വിഷമങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആകുലതകൾ, ഡെത്ത് ആങ്സൈറ്റി, അതായത് എനിക്കൊന്നും ഇല്ലല്ലോ, ഇനി മരിച്ചാൽ മതിയല്ലോ, ഇനിയുള്ളൊരു ആഘോഷം എന്ന് പറയുന്നത് പെട്ടിക്കിടക്കണതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അവരിലുണ്ടാകുന്ന ഒരു മാനസിക കരച്ചിലാണത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശരിയാണ്, ചിലരുടെയൊക്കെ ഈ പ്രായമായവരെ നോക്കുന്നവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നതും പ്രായമായവരെ പരിപാലിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 രീതിയിലും, അതായത് പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് കടക്കുന്നവർക്കും ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്, ആ കടക്കുന്നവരെ നോക്കുവാനുള്ള കെയർ ടേക്കേഴ്സിനും അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇപ്പം ഞാൻ ഓർക്കുവാണ്, ഞാൻ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അത് ഞങ്ങൾ ചെയ്തൊരു പ്രോഗ്രാമാണ്, ഒരു ഗ്രേസ്ഫുൾ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട്. അതായത് ആ ഒരു പ്രായമായ കാലത്തേക്ക് കടക്കുമ്പോൾ ഇതിനെയൊക്കെ ഒരു കൃപയുടെ മാഹാത്മ്യം, ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാൻ ആശ്രയിച്ച് ജീവിച്ചത്, ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് വെറുതെ ആയി പോയില്ല, പർപ്പസ്ഫുള്ളി എനിക്ക് ജീവിക്കാനായിട്ട് സാധിച്ചു, ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നിലൂടെ നിറവേറ്റപ്പെട്ടു എന്നൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി ആ ഒരു എൽഡർലി ലൈഫിലേക്ക് കടക്കുന്ന, അല്ലെങ്കിൽ ഒരു വാർദ്ധക്യ ദിശയിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട യങ് ജനറേഷൻ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കാലഘട്ടത്തിലെ അവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ സഹനങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം. ഒരു വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് നമ്മൾ പറയും ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജന്മം നൽകിയ അല്ലെങ്കിൽ നമ്മളെ ഊട്ടി വളർത്തിയവരുടെ കരങ്ങളെ സംരക്ഷിക്കേണ്ടതും മനസ്സുകൾക്കൊരു ആശ്വാസം കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കടമയാണ്. അപ്പോൾ ഒരു ഗ്രേസ്ഫുള്ളായിട്ട് ആ വാർദ്ധക്യത്തെ സ്വീകരിക്കാനും വാർദ്ധക്യത്തിൽ ഉള്ളവരെ അതൊരു ഗ്രേസ്ഫുള്ളായിട്ട് നമുക്ക് കെയർ ചെയ്യാനും ഉള്ള ഒരു വലിയ തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോണ തോട്ടത്തിലിനും അതുപോലെ ടിൻഡു സോണി മാമിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഒരു പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഏവർക്കും നന്ദി.